അപ്പോൾ ഈ ചീരയിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ എണ്ണ ചൂടായപ്പോൾ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 6 അല്ലി ചെറിയ വെളുത്തുള്ളി ചതച്ചത് ചേർത്തിട്ടുണ്ട്. ഇനി ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 7 ചെറുതായിട്ട് അരിഞ്ഞ ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജീരകപ്പൊടി ചേർത്ത് കൊടുത്തിരുന്നല്ലോ, അത് നന്നായിട്ടൊന്ന് ഉള്ളിയൊക്കെ ആയിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള ചീര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ സമയത്ത് ഉപ്പ് ചേർത്തത് എന്തിനാന്ന് വെച്ചാൽ ചീര പകുതിയിലധികം വെന്ത് കഴിഞ്ഞു. അപ്പോൾ ഈ സമയത്ത് ചീരയുടെ അളവ് കുറവാണ്. ഈ സമയത്ത് ഉപ്പ് ചേർക്കുകയാണെങ്കിൽ നമുക്ക് ഉപ്പ് കൂടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചീര നന്നായിട്ട് വെന്തിട്ടുണ്ട്, എന്നാൽ ഒട്ടും കുഴഞ്ഞു പോയിട്ടുമില്ല. അപ്പോൾ നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക.